ബാക്കിൽ വണ്ടികളുണ്ട് ഈ കാർ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ജംഗ്ഷനിൽ കൊണ്ടുവന്ന് അവനെ വെടിവെച്ച് വരണം. ആ ജംഗ്ഷനിൽ ആ നാലും കൂടി കവലയുടെ അവിടെ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് ഇത് ഇവിടെ നോക്കാതെ പോലീസുകാരില്ല. അതാണ് ഇത്രയും ട്രാഫിക്കുള്ള ആ ജംഗ്ഷനിൽ നാലും കൂടി കവലൊക്കെ കൊണ്ടുവന്ന് ഒരു 4 വീൽ ഡ്രൈവ് വന്നു അവിടെ പാർക്ക് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ മന്നതിന് മുമ്പ് ഒരു 1/4 മണിക്കൂറായിട്ട് അവൻ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഫൈൻ അടിപ്പിക്കാനും ഒരു പോലീസുകാരനും പോലും ഇല്ല. ഭയങ്കര ഇതാണല്ലോ വെള്ളമൊക്കെ ഇട്ടാറില്ല. ഞാൻ പേപ്പറിൽ മറ്റേ കാക്കനാട് തൃക്കാക്കരയൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറിയെന്ന് പറഞ്ഞു. 88 സെൻറ്റിമീറ്റർ മഴ പെയ്തു. ഇൻഫോ പാർക്കിലുണ്ടായിരുന്നോ നിങ്ങളുടെ ആ അപ്പറേ? ഓ, അവിടെ ആ വെള്ളം ഒഴുകി പോകാനുള്ള ഇത് ചെയ്യാത്തതുകൊണ്ടാണ്. ആ റോട്ടിൽ നിന്ന് ആ സ്മാർട്ട് സിറ്റി കൊണ്ടപ്പോൾ അവിടെ വെള്ളം ഒഴുകി പോകാനുള്ള ഇത് ചെയ്യണ്ട. അല്ലെങ്കിൽ വേണ്ട, അവിടെ 2 സൈഡിലൊരു കാന താത്തിയിട്ട് ആ പുഴയിട്ട് ഇട്ടാൽ മതിയാകും. സ്മാർട്ട് സിറ്റിയുടെ മറ്റേതിന് ചുറ്റും 10x10 ഫീറ്റ് കാനയിട്ടിട്ട് അത് നേരെ പുഴയിട്ടിട്ടുണ്ടാകണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം പണിയുമ്പോൾ ഇവരൊക്കെ എന്ത് പഠിച്ചാണെന്ന് അറിയാൻ പറ്റില്ല. കാരണം അത് ആ മലമ്പ്രദേശം അവിടെ നിന്ന് വെള്ളം വരും. അപ്പോൾ ഒരു 10x10 ഫീറ്റ് കാന, അതിൽ കൂടുതൽ വേണമെന്നുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ വെച്ച് അവർ ചെക്ക് ചെയ്ത് നോക്കും. അതിൻ്റെ എത്ര വെള്ളം എന്തോരം ഉണ്ട്, എത്ര ലിറ്റർ വെള്ളം അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അതിൽ നിന്നും വരും നോക്കിയിട്ട് അതനുസരിച്ച് അതിൻ്റെ ഇത് ഡിസൈൻ ഡ്രെയിനേജിൻ്റെ ഡിസൈൻ ചെയ്യണം. റെയിൻ വാട്ടർ ഡ്രെയിനേജ് അവിടെ ആ മലയുടെ സൈഡിൽ പണിയുമ്പോൾ എങ്ങനെയുള്ള ആവശ്യമാണ്. അപ്പം നമ്മുടെ ഓപ്പോസിറ്റുള്ള പറമ്പിൽ മണ്ണെടുത്തിട്ടില്ല. അവിടെ ഒരു പെര പണിയാണെങ്കിൽ 4 സൈഡിൽ ഒരു ട്രെഞ്ച് ഉണ്ട് വരും വെള്ളം പോകാൻ. അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പണിയണ വീട്ടിലേക്ക് വെള്ളം കയറി വരും. അധികം ഹൈറ്റിൻ്റെ വേണ്ട, ഒരു ചെറിയ ട്രെഞ്ച് മതിയാവും. ഓപ്പോസിറ്റിൽ പോലുള്ള പെര പണിയാണെങ്കിൽ 4 സൈഡിലും 3 സൈഡിലും ട്രെഞ്ച് ഇട്ടിട്ട് റോഡിലേക്ക് കൊടുക്കേണ്ടത്. താമസമുള്ള റോഡല്ലേ, അങ്ങോട്ട് കൊടുക്കേണ്ടി വരും.